നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാണക്കാരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ ധർണ. പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും, പഞ്ചായത്തിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് പ്രതിഷേധക്കാർ. മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടനം. ശബരിമലയിൽ ദർശനം നടത്തിയത് 40,90,000 അയ്യപ്പ ഭക്തർ. മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് സുഗമ ദർശനം ഒരുക്കുമെന്ന് ശബരിമല ADM. ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ആന്ധ്ര സ്വദേശിക്ക് രക്ഷകരായി റെയിൽവേ സംരക്ഷണ സേന. ട്രാക്കിൽ വീണ തീർത്ഥാടകനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. വാർത്തകൾ വിശദമായി. കാണക്കാരി പഞ്ചായത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. പഞ്ചായത്തിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കാണക്കാരി പഞ്ചായത്തിലെ കെടുകാര്യസ്ഥതയും ഭരണസ്തംഭനത്തിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെ കാണക്കാരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ റീടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുക, അണഞ്ഞുപോയ വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കുക, പഞ്ചായത്തിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, പട്ടർമഠം പദ്ധതിയുടെ ഭാഗമായി 4-ാം വാർഡിൽ പണി പൂർത്തിയാക്കിയ കുടിവെള്ള ടാങ്ക് കമ്മീഷൻ ചെയ്ത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക, വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി ധർണ ഉദ്ഘാടനം ചെയ്തു. കാണക്കാരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ പ്രതിഷേധ ധർണ നടക്കുമ്പോൾ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് മനുഷ്യന് തന്നെയാണോ എന്ന് ഞാൻ ആലോചിച്ചു. എന്ത് കാര്യമാണ് ഈ പഞ്ചായത്ത് നടക്കുന്നത്? ജനക്ഷേമകരമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ ഇവരെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഈ പഞ്ചായത്തിലെ വോട്ടർമാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ഈ പഞ്ചായത്ത് സമിതിക്ക് കഴിയുന്നില്ല എന്ന് കേട്ടപ്പോൾ എന്തിനാണ് രാവിലെ ഈ വെള്ളയുടുപ്പ് ഇറങ്ങുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയും. ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി ഭരണം നടത്തുന്നത്? കാണക്കാരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KM സെബാസ്റ്റ്യൻ കടുവാക്കുഴി അധ്യക്ഷനായി. DCC എക്സിക്യൂട്ടീവ് അംഗം ബേബി തൊണ്ടാംകുഴി, KSU സംസ്ഥാന കൺവീനർ സെബാസ്റ്റ്യൻ ജോയ്, പഞ്ചായത്ത് മെമ്പർമാരായ V സാംകുമാർ, തമ്പി ജോസഫ് കാവുംപറമ്പിൽ, INTUC മണ്ഡലം പ്രസിഡന്റ് PJ മൈക്കിൾ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK അമ്മണി, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PC ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈ വർഷത്തെ മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ ഇതുവരെ 40,90,000 അയ്യപ്പ ഭക്തർ ദർശനം നടത്തി. മകരവിളക്ക് സമയത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനം സുഗമമാക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ശബരിമല ADM അരുൺ S. നായർ പറഞ്ഞു. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഇതുവരെ 40,90,000 അയ്യപ്പ ഭക്തർ ശബരിമലയിൽ ദർശനത്തിനെത്തിയതായി ശബരിമല ADM അരുൺ S. നായർ പറഞ്ഞു. പ്രതിദിനം 90,000-ന് മുകളിൽ അയ്യപ്പ ഭക്തർ എത്തിയിട്ടുണ്ട്. അതിൽ പല ദിവസങ്ങളിലെയും കണക്ക് 1,00,000-ന് മുകളിലാണ്. മകരവിളക്ക് ദിവസമായ ഈ മാസം 14-ന് കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തിയാലും അവർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിനുള്ള സാഹചര്യമാണ് ശബരിമലയിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നും ADM പറഞ്ഞു. മകരവിളക്ക് മഹോത്സവ ദിവസവും അതിനു മുൻപുള്ള 2 ദിവസങ്ങളിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വെർച്വൽ ക്യൂവിന്റെയും സ്പോട്ട് ബുക്കിംഗിന്റെയും എണ്ണത്തിൽ നിയന്ത്രണം വരുത്തും. ഭക്തജന തിരക്ക് നിയന്ത്രിച്ച് സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും മകരവിളക്ക് സമയത്തെ സന്ദർശനത്തിനുള്ള ക്രമീകരണങ്ങളെന്നും ADM അറിയിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും മകരവിളക്ക് സമയത്തെ സന്ദർശനത്തിനുള്ള ക്രമീകരണങ്ങളെന്നും ADM അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ശബരിമല തീർത്ഥാടനം നടത്തുന്ന പ്രസിദ്ധമായ ആലങ്ങാട്ട് സംഘം പാല ഏഴാച്ചേരി കാവിൻപുറം ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിച്ചു. ആലങ്ങാട്ട് സംഘം വഴിമധ്യേ കാണിക്കിഴി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണിത്. എരുമേലി പേട്ടകെട്ടിനും മലയാത്രയ്ക്കും മുന്നോടിയായി പ്രസിദ്ധമായ ആലങ്ങോട് സംഘം പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ രാവിലെ കാണിക്കിഴി സമർപ്പിച്ചു. ശബരിമല യാത്രയ്ക്ക് പോകുന്ന ആലങ്ങാട്ട് സംഘം വഴിമധ്യേ കാണിക്കിഴി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് ഇത്. യോഗ പ്രതിനിധി പുറയാറ്റിക്കളരി രാജേഷ് കുറുപ്പ്, വെളിച്ചപ്പാട് ദേവദാസ്, പൂജാരി രമേശൻ, സന്തോഷ് നിലയിടത്ത്, ഹരീഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ ആലങ്ങാട്ട് സംഘമാണ് ഉമാമഹേശ്വര
മഹേശ്വരന്മാർക്ക് കാണിക്കക്കിഴി സമർപ്പിക്കാൻ എത്തിയത്. ആലങ്ങാട്ട് സംഘത്തെ കാവിൻപുറം ദേവസ്വം ഭാരവാഹികളായ TN സുകുമാരൻ നായർ, ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ, സുരേഷ് ലക്ഷ്മി നിവാസ്, ത്രിവിക്രമൻ നായർ, ജയചന്ദ്രൻ വരകപ്പള്ളിൽ, CG വിജയകുമാർ, TS ശിവദാസ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ആലങ്ങാട്ട് സംഘം പതിറ്റാണ്ടുകളായി കാവിൻപുറം ക്ഷേത്രത്തിൽ കാണിക്കഴി സമർപ്പിക്കാനായി എത്തുന്നുണ്ട്. ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു പിടി നാണയവും അക്ഷതവും ചേർത്ത് കെട്ടിയ കാണിക്കഴി ഉമാമഹേശ്വരന്മാർക്ക് സംഘം സമർപ്പിച്ചു. ഉപദേവതകളെ വലം വെച്ച് തൊഴുതതിനു ശേഷമാണ് സോപാനത്തിലെത്തി യോഗ പ്രതിനിധി രാജേഷ് കുറുപ്പും സംഘവും കാണിക്കഴി സമർപ്പിച്ചത്. മലയാത്ര നടത്തുന്ന തങ്ങൾ അയ്യപ്പന്റെ പിതൃസ്ഥാനീയർ എന്ന നിലയിലാണ് പ്രസിദ്ധമായ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കാണിക്കഴി സമർപ്പിക്കുന്നതെന്ന് ആലങ്ങാട്ട് സമൂഹപ്പെരിയൻ രാജേഷ് പൊറയാറ്റിക്കളരി സ്വാമികൾ പറഞ്ഞു. കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞവർ ഞങ്ങൾ മഹാദേവൻ്റെ ആളുകളാണ്. അപ്പോൾ ഇവിടെ മഹാദേവൻ്റെ അടുത്ത് വരുമ്പോൾ ഉമാദേവിയോടുകൂടി മഹേശ്വരൻ ഇരിക്കുന്ന ഒരു ക്ഷേത്രം വളരെയധികം ചൈതന്യവും നമ്മൾക്ക് മനസ്സിന് കുളിർമയേകുന്ന അല്ലെങ്കിൽ നമ്മൾ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ഇവിടെയുള്ള ഭക്തജനങ്ങൾ അയ്യപ്പസ്വാമിക്ക് അവരുടെ ദോഷം തീരുവാനായിട്ട് നിങ്ങൾ കണ്ട മാതിരി ഇവിടെ എള്ളുതിരി വെച്ച് നമ്മളിപ്പോൾ ആ എള്ളുതിരിയുടെ മഹാത്മ്യം എന്ന് വെച്ചാൽ അയ്യപ്പസ്വാമിയുടെ പൂജ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എള്ളുതിരി. കാണിക്കഴി സമർപ്പിച്ച ആലങ്ങാട് സംഘത്തിന് മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി പ്രസാദം വിതരണം ചെയ്തു. തുടർന്ന് സമൂഹ നീരാഞ്ജനം നടന്നു. അയ്യപ്പന്റെ ചൈതന്യം വഹിച്ചു വന്ന ഗോളകയിൽ ഭക്തർക്ക് നേരിട്ട് നീരാഞ്ജനം നടത്തുകയായിരുന്നു. കാവിൻപുറം ക്ഷേത്രത്തിലെത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മുഴുവൻ ഭക്തരും അയ്യപ്പന് നേരിട്ട് നീരാഞ്ജനം ഒഴിഞ്ഞു. പറയെടുപ്പും ഉണ്ടായിരുന്നു. ആലങ്ങാട് സംഘത്തിന്റെ യാത്രയിൽ മറ്റൊരിടത്തും ഭക്തർക്ക് നേരിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ നീരാഞ്ജനം നടത്താനുള്ള അവസരമില്ല. ആലങ്ങാട് പ്രാതലിന് ശേഷം സംഘം മലയാത്ര തുടർന്നു. പായപ്പാർ, പോണാട്, നെച്ചിപ്പുഴൂർ, ചിറക്കരക്കാവ്, ലാലം മഹാദേവ ക്ഷേത്രം, മുരിക്കുംപുഴ ക്ഷേത്രം എന്നിവിടങ്ങളിലും ആലങ്ങാട് സംഘം ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. ട്രെയിനിൽ നിന്ന് വീണ് മണിക്കൂറുകളോളം ട്രാക്കിൽ കിടന്ന ശബരിമല തീർത്ഥാടകന് പുനർജന്മമേകി റെയിൽവേ സംരക്ഷണ സേന. ആന്ധ്ര സ്വദേശിയായ ലക്ഷ്മണനാണ് ഗുരുതര പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല ദർശനം കഴിഞ്ഞു ട്രെയിനിൽ മടങ്ങവേ ട്രാക്കിലേക്ക് വീണ മണിക്കൂറുകളോളം ട്രാക്കിൽ കിടന്ന ആന്ധ്ര സ്വദേശിക്ക് പുനർജന്മമേകി റെയിൽവേ സംരക്ഷണ സേന. സൈബർ സെല്ലിന്റെ സഹായത്തോടെ റെയിൽവേ സംരക്ഷണ സേനയും RPFും നടത്തിയ തിരച്ചിലിലാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ആന്ധ്ര സ്വദേശി ലക്ഷ്മണനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലക്ഷ്മണും സുഹൃത്തുക്കളും ശബരിമല ദർശനം കഴിഞ്ഞ് വിവേക് എക്സ്പ്രസ് ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ട്രെയിനിലെ തിരക്ക് മൂലം ഫുട്ബോളിനരികെ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു. കുമാരനല്ലൂർ സ്റ്റേഷൻ കഴിഞ്ഞ് കൊച്ചടിച്ചിറ ഗേറ്റിന് സമീപത്തായി പെട്ടെന്ന് ട്രെയിനിന്റെ അകത്ത് നിന്നും താഴേക്ക് വീണു. ഉടൻ തന്നെ ലക്ഷ്മണന്റെ കൂടെയുണ്ടായിരുന്ന യാത്രക്കാരിലൊരാൾ RPF കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിയിച്ചു. തുടർന്ന് ASI S സന്തോഷ് കുമാറും RPF സ്റ്റാഫ് സുനിൽ കുമാറും കൺട്രോൾ റൂമിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും RPF SIക്ക് കൈമാറുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ പരിക്കേറ്റ ആളുടെ അടുക്കൽ എത്തിച്ചേരുകയും ട്രാക്കിനടുത്തായി രക്തം വാർന്നു കിടന്ന ലക്ഷ്മണനെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. ഇതേസമയം ഗാന്ധിനഗർ പോലീസും സ്ഥലത്തെത്തി 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ടീം സ്വാമിമാരുണ്ട്. വിവേക് എക്സ്പ്രസിൽ ഇവർ ആന്ധ്രയ്ക്ക് പോവുകയായിരുന്നു. ആന്ധ്രയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു അയ്യപ്പൻ്റെ കാലിന് വയ്യാതെ കോട്ടയത്ത് ഇറങ്ങി. അതിനുശേഷം ഇവർ പോയതിനു ശേഷം ഏറ്റുമാനൂരിൽ നിന്നും അടിച്ചിറയ്ക്ക് ഇടയ്ക്ക് ഒരു അയ്യപ്പൻ ഡോറിൻ്റെ വെളിയിലേക്ക് താഴെ വീഴുന്നതായിട്ട് ഇൻഫർമേഷൻ ആ ട്രെയിനിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെ കോട്ടയത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ആൾക്ക് വിവരം കൊടുത്തു. അപ്പോൾ ഈ പോയ ആളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അന്നേരം തന്നെ നമ്മുടെ PRO രാഘവന്റെ നേതൃത്വത്തിൽ ഒന്ന് തന്നെ നമ്മുടെ ഇന്റലിജൻസ് ശരത്ത് ഞങ്ങളുടെ തന്നെ തിരുവനന്തപുരത്ത് സൈബർ വിങ് ഉണ്ട്, അവിടെ രാത്രി 12:30 വിളിച്ചു പറഞ്ഞു. അന്നേരം തന്നെ ആ ട്രെയിൻ നമ്പർ കിട്ടിയത് കൊണ്ട് ആ വീണ് കിടക്കുന്ന ആളുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് എടുക്കാനായിട്ട് സാധിച്ചു. ആ ലൊക്കേഷൻ കൃത്യമായിട്ട് 11:30 നമുക്ക് കിട്ടി. അന്നേരം തന്നെ RPFകാരോട് പറഞ്ഞു. ഉടൻ തന്നെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. കൃത്യമായ സ്കെച്ച് PRO RPFകാർക്ക് കൊടുത്തു. കൂടുതൽ വിധത്തിൽ RPF 2 ASIമാരും ഗാന്ധിനഗർ ലോക്കൽ പോലീസും നമ്മുടെ ഇന്റലിജൻസും കൂടെ കൃത്യം സ്ഥലത്ത് ചെന്നു. ഗാന്ധിനഗർ പോലീസുകാർ 108 ആംബുലൻസ് വിളിച്ച് പെട്ടെന്ന് തന്നെ ഈ അയ്യപ്പനെ പെട്ടെന്ന് സുരക്ഷിതമായിട്ട് ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചു. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഇപ്പോൾ കാഷ്വാലിറ്റി ഉണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ഹിമാലയത്തിലെ ബദ്രിനാഥിൽ നിന്ന് ശബരിമലയിലേക്ക് കാൽനടയായി സഞ്ചരിച്ച് എരുമേലിയിലെത്തിയ കാസർഗോഡ് സ്വദേശികൾക്ക് എരുമേലിയിൽ സ്വീകരണം നൽകി. സനത് കുമാർ സ്വാമി, സമ്പത് കുമാർ ഷെട്ടി സ്വാമി എന്നിവരാണ് 8000 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് എരുമേലിയിൽ എത്തിയത്. ഇരുമുടിക്കെട്ട് നിറച്ച് കാൽനടയായി 7 മാസം കൊണ്ട് 11 സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് കാസർഗോഡ് സ്വദേശികളായ സ്വാമിമാർ എരുമേലിയിലെത്തി. ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ എരുമേലിയിൽ എത്തിയതായിരുന്നു ഇവർ. കാസർഗോഡ് കുട്ലു രാംദാസ് നഗർ സ്വദേശികളായ സനത് കുമാർ, സമ്പത് കുമാർ എന്നിവരാണ് 8000 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് എരുമേലിയിലെത്തിയത്. മകരവിളക്കിന് ശബരിമലയിൽ ദർശനം നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. ഫോട്ടോഗ്രാഫറും ടൂർ മാനേജറുമായ സനത് കുമാർ എല്ലാ വർഷവും കാൽനടയായി തീർത്ഥയാത്രകൾ പോകാറുണ്ട്. എന്നാൽ ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തുടങ്ങിയത് ജൂൺ 3-ാം തീയതിയാണ്. ബദ്രിനാഥിൽ നിന്ന് കെട്ട് നിറച്ച് യാത്ര തുടങ്ങി അയോധ്യ, ഉജ്ജയിനി, ദ്വാരക, പുരി ജഗന്നാഥ്, രാമേശ്വരം, അച്ചൻകോവിൽ, ഇപ്പോൾ എരുമേലി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നേക്ക് 219 ദിവസം 7 മാസം നീണ്ട ഈ യാത്രയിൽ 8000 കിലോമീറ്റർ താണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് ശങ്കരാചാര്യ സ്ഥാപിച്ച 4 മഠങ്ങളിൽ കൂടിയാണുള്ള യാത്ര. 4 യുഗങ്ങളിലായി സത്യയുഗം, ത്രേതയുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളിൽ പ്രതിഷ്ഠാപിച്ച 4 ക്ഷേത്രങ്ങൾ ചതുർധാമിൽ യാത്ര ചെയ്ത് അവസാനം ശബരിമലയിൽ അവസാനിപ്പിക്കുകയാണ്. കലിയുഗവരതനായ ഭഗവാൻ അയ്യപ്പസ്വാമിയെ ദർശനം ചെയ്യാനാണ് ഈ യാത്ര. സ്വാമിയെ കഴിഞ്ഞ മെയ് 26-നാണ് ഇവർ യാത്ര ആരംഭിച്ചത്. 3 ലക്ഷം രൂപയാണ് യാത്രാ ചെലവായത്. സനത് കുമാർ, സമ്പത് കുമാർ എന്നിവർക്ക് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരിയുടെ നേതൃത്വത്തിൽ എരുമേലിയിൽ സ്വീകരണം നൽകി. ഒരു കാര്യമാണ് ഇത് എരുമേലിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കാസർഗോഡ് നമ്മുടെ മധൂർ സ്വദേശികളായ സനത് കുമാർ സ്വാമിയും സമ്പത് കുമാർ സ്വാമിയും ഇന്ന് ഹിമാലയം മുതൽ ബദ്രിനാഥിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഏതാണ്ട് 219 ദിവസം കൊണ്ട് 8000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഭഗവാന്റെ ശങ്കരാചാര്യ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ യാത്ര എല്ലാ സ്ഥാനങ്ങളിലും അദ്ദേഹത്തിന്റെ യാത്രകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകളെ അനുസ്മരിപ്പിക്കുന്ന വിധമായിട്ടുള്ള ഒരു യാത്രയാണ് നടത്തുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഇവർക്ക് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇവർക്ക് മാത്രമല്ല മാനവരാശിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള ആയുരാരോഗ്യവും ഈ ജഗദീശ്വര അയ്യപ്പസ്വാമി നൽകട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, എരുമേലി. MG സർവകലാശാല മുതിർന്ന പൗരന്മാർക്കായി നടത്തുന്ന U3A സംസ്ഥാന സമ്മേളനം ജനുവരി 10, 11, 12 തീയതികളിൽ വാഴൂർ അനുഗ്രഹ റിന്യൂവൽ സെന്ററിൽ നടക്കും. ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ ഫോർ തീം സെന്റേഴ്സ് ഇന്ററാക്ഷനും വാഴൂർ ഗ്രാമപഞ്ചായത്തും സഹസംഘാടകരായാണ് 6ാം ശലഭ സംഗമം നടത്തുന്നത്. 10-ാം തീയതി രാവിലെ 10 മണിക്ക് വൈസ് ചാൻസലർ പ്രൊഫസർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ ജില്ലകളിൽ നിന്നായി 170 പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ടോണി K തോമസ്, അഡ്വക്കേറ്റ് ഗീത സാരസ്, പ്രൊഫസർ ജോബി ജോസഫ്, ജനറൽ കൺവീനർ അക്കാമ മാത്യു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത് 6ാമത്തെ സംഗമമാണ്. ഇതിൻ്റെ പ്രവർത്തകരെല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു സംഗമമാണ്. അത് വാഴൂർ വെച്ച് അനുഗ്രഹ റിന്യൂവൽ സെൻറ്റർ വെച്ചാണ് നടക്കുന്നത്. വൈസ് ചാൻസലറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ഈ U3A വേണ്ടി ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ 6 പേര് പങ്കെടുക്കുന്നുണ്ട്. അതിൽ 2 പേര് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ മോസ്റ്റ് പ്രൊഫസർ ബീന മാത്യു, കെമിസ്ട്രിയുടെ പ്രൊഫസറാണ്, അവർ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ടോണി K തോമസ് എന്നു പേരുള്ള ഒരു അധ്യാപകനാണ്, ടൂറിസം വകുപ്പിലെയാണ്. അദ്ദേഹമാണ് U3A ഡയറക്ടർ. അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ MLAയും ചീഫ് വിപ്പും ആയിട്ടുള്ള ജയരാജ് സാറാണ് മുഖ്യ പ്രഭാഷണം തരുന്നത്.
കേടായ പിക്കപ്പ് വാൻ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയ സർവീസ് ലോറി നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിന്നു വന്ന വാഹനത്തിലും തുടർന്ന് കടയിലും ഇടിച്ചു കയറി. ഇളങ്കുളത്തായിരുന്നു സംഭവം. പരിക്കേറ്റ കണ്ണൂർ സ്വദേശി ബെന്നി ജോർജ്, ഇതര സംസ്ഥാന തൊഴിലാളി സമുദുൽ എന്നിവരെ ചേർപ്പുങ്കലിലെ മാർസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രി പാലാ പൊൻകുന്നം റൂട്ടിൽ ഇളങ്കുളത്തിന് സമീപമായിരുന്നു അപകടം. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ ബെന്നി ജോർജിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഐമനം ആറാട്ടുകടവിൽ മധ്യവയസ്കനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ഐമനം ആറാട്ടുകടവിൽ മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ബേബിച്ചനാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. മരണകാരണം വ്യക്തമല്ല. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി. ഏറെ നാളായി ബേബിച്ചൻ കുടുംബസമേതം പൂനെയിലാണ് താമസം. ഇടയ്ക്ക് നാട്ടിൽ വന്ന് താമസിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത്തവണയും അതുപോലെ നാട്ടിലെത്തിയപ്പോഴാണ് മരണം സംഭവിച്ചത്. 2-3 ദിവസമായിട്ട് ബേബിച്ചനെ പുറത്തു കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്: ഏറ്റുമാനൂർ കുടുംബ കോടതിയിലെ കേസുകളിൽ കൗൺസിലിംഗ് നടത്തുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാമിലി കൗൺസിലർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിന് അഡീഷണൽ കൗൺസിലർമാരുടെ പാനൽ തയ്യാറാക്കുന്നു. പാനലിൽ ഉൾപ്പെടുത്താനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: സോഷ്യൽ വർക്കിലോ സൈക്കോളജിയിലോ ബിരുദാനന്തര ബിരുദം, ഫാമിലി കൗൺസിലിംഗ് 2 വർഷങ്ങളിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം. ജഡ്ജ്, ഫാമിലി കോടതി, ഏറ്റുമാനൂർ 686631 എന്ന വിലാസത്തിൽ ജനുവരി 20-നകം അപേക്ഷ നൽകണം. സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കിടപ്പുരോഗികളായ വയോജനങ്ങൾക്ക് സ്ഥാപനതല സംരക്ഷണം ഒരുക്കാനുള്ള വയോസ്വാന്തനം പദ്ധതിയിൽ സാമൂഹ്യനീതി വകുപ്പിനോടൊപ്പം പങ്കാളികളാകാൻ കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന NGOകളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ അംഗീകൃത നിരക്കിലുള്ള ഗ്രാന്റിന് അർഹതയുണ്ട്. ഫോൺ 0481256398. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗമായ തൊഴിലാളികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി 3 വർഷം വരെയുള്ള കുടിശ്ശിക അടയ്ക്കുന്നതിന് മാർച്ച് 31 വരെ അവസരം. കോവിഡ് കാലയളവ് ഒഴികെയുള്ള അവസാന 3 വർഷത്തെ കുടിശ്ശിക 9% പലിശ സഹിതം അടയ്ക്കാം. വിവരങ്ങൾക്ക് ഫോൺ 048125855110. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാണക്കാരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ ധർണ. പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും, പഞ്ചായത്തിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് പ്രതിഷേധക്കാർ. മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടനം. ശബരിമലയിൽ ദർശനം നടത്തിയത് 40,90,000 അയ്യപ്പ ഭക്തർ. മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് സുഗമ ദർശനം ഒരുക്കുമെന്ന് ശബരിമല ADM. ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ആന്ധ്ര സ്വദേശിക്ക് രക്ഷകരായി റെയിൽവേ സംരക്ഷണ സേന. ട്രാക്കിൽ വീണ തീർത്ഥാടകനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.